പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബുദ്ധിമാൻ മൻദാന നഫ്സഹു, അവൻ്റെ നഫ്സിനെ പിടിച്ചു നിർത്തിയവനാണ്. വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്കായി ഒരുക്കി വെച്ചവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, സർവ്വ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾ പുതുക്കിക്കൊണ്ടേയിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഖബർ സിയാറത്ത് റസൂൽ പറഞ്ഞു, അലാ ഫസൂറുഹ, നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യുക. ഫഇന്നഹ തുദക്കിറുകുമുൽ ആഖിറ, കാരണം അത് നിങ്ങളെ ആഖിറത്ത് ഓർമ്മിപ്പിക്കുന്നതാണ്. ഇടയ്ക്ക് നിങ്ങൾ വെള്ളിയാഴ്ച ഏത് ദിവസമാണെങ്കിൽ ലീവ് കിട്ടുക, ഖബറിൽ പോയി നോക്കണം. അവിടെയുള്ള ബന്ധുക്കളിനവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കുറച്ച് നേരം അവിടെ നിൽക്കുക, എന്നിട്ട് ഓരോ ഖബറും നോക്കുക. ദുനിയാവിൽ ആരൊക്കെ എത്രത്തോളം സുഖത്തിൽ ജീവിച്ചവരായിരുന്നു, ദുനിയാവിൽ ആരൊക്കെ എത്രത്തോളം ആർമാദിച്ച് ജീവിച്ചവരായിരുന്നു. എന്നിട്ട് അവർക്ക് ദുനിയാവ് അവസാനം കൊടുത്തത് എന്താണ്? അവർക്ക് ദുനിയാവ് അവസാനം കൊടുത്തത് ആകെ 3 കഷ്ണം തുണിയും 6 അടി മണ്ണും മാത്രമാണ്. പക്ഷെ ദീൻ അവർക്ക് കൊടുക്കുന്നത് വളരെ വലുതാണ്. കുറച്ച് നിന്നിട്ട് നിങ്ങളവിടെ ആലോചിക്കണം, അന്ന് മരിച്ച ആരും ഓരോന്ന് മരിക്കുന്നു വിചാരിച്ചവരല്ല. അന്ന് രാവിലെ ആകട്ടെ രാത്രി ആകട്ടെ മരിച്ച ആളുകൾ ആരും തന്നെ ഞാൻ അന്ന് രാത്രി മരിക്കുന്നു വിചാരിച്ച ആളുകളല്ല. അന്ന് അവർ വണ്ടി കയറി പോകുമ്പോൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇതിൻ്റെ അവസാന വണ്ടി യാത്രയാണ്. അന്ന് അവർ വീടിന്ന് പള്ളിയിലേക്ക് പുറത്തിറങ്ങും, അവർ വിചാരിച്ചിട്ടില്ല ഞാൻ എൻ്റെ വീട്ടിലേക്ക് പുറത്തിറങ്ങും, ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒരു മടക്ക യാത്ര ഇല്ല. കുട്ടികൾക്ക് സലാം കൊടുത്തിട്ട് കവിളിൽ ഉമ്മ കൊടുത്ത് ഇറങ്ങിയപ്പോൾ ആരും വിചാരിച്ചിട്ടില്ല നീ ഒരിക്കൽ കൂടി എനിക്ക് എൻ്റെ കുട്ടിയെ കാണാൻ പറ്റൂല എന്ന്. ഭാര്യയുടെ മുഖത്ത് അവസാനം നോക്കി സലാം പറഞ്ഞ് ഇറങ്ങിയ ആരും, ഉമ്മാൻ്റെ ഉപ്പാൻ്റെ മുഖത്ത് നോക്കി സലാം പറഞ്ഞ് ഇറങ്ങിയ ആരും അവരൊന്നും വിചാരിച്ചിട്ടില്ല അതൊരവസാനത്തെ ദിവസമാണ്. കിടപ്പറയിലേക്ക് അവസാനം പോയി ഭാര്യയുടെ തലയിൽ കൈവച്ച് കിടന്ന ഭർത്താക്കന്മാരാരും വിചാരിച്ചിട്ടില്ല ഇതവരുടെ അവസാനത്തെ രാത്രിയാണെന്ന്. ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ചിട്ടാണ് അവരും പോയത്. നല്ല ജോലി, നല്ല സാലറി, ഒരു കുടുംബം, ഉമ്മാനെ വാപ്പനെ നോക്കുക, വീട് പൊന്തിക്കുക, ഫ്രണ്ട്സുകളോട് അടിച്ചു പൊളിക്കുക, ഇന്ന സ്ഥലത്തേക്കുള്ള ട്രിപ്പ്, ഇന്ന കാര്യങ്ങൾ, ഇതൊക്കെ സ്വപ്നം കണ്ടവരാണ് അവിടെയുള്ള ഓരോരുത്തരും. അവരുടെ സ്വപ്നങ്ങൾ ചെറുതായിരുന്നില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി ലൈലൻ ഔ നഹാറ, അത് വന്നപ്പോൾ അതിൽ കീഴടങ്ങി. ഇതുപോലൊരു ദിവസം നമ്മളും പോകും. അന്ന് പത്രത്തിൽ കഥാപാത്രമായിരുന്ന ഓരോരുത്തർ ഇന്ന വ്യക്തിയിൽ നിന്ന് ചരമകോളത്തിൽ കൊടുത്തപ്പോൾ അതേപോലൊരു ദിവസം ഫോട്ടോ നമ്മൾതും വരും, അതേപോലൊരു ദിവസം പേരിൻ്റെതും വരും. സൽസേവിൽ ഇന്ന സമയത്ത് മരിച്ചിരിക്കുന്നു. ആളുകൾക്ക് പറയാം നമ്മൾ എന്താണ് ബാക്കി വെച്ചിട്ടുള്ളത്, അള്ളാഹിൻ്റെ മുന്നിൽ നമ്മൾ എന്താണ് ബാക്കി വെച്ചിട്ടുള്ളത്, മരിക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് എന്താണ് കൊണ്ടുപോകുന്നത്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആലോചിക്കണം. ഫോൺ എടുത്തിട്ട് ഹറാമിലേക്ക് പോകുമ്പോൾ, ഹറാമായ കാര്യങ്ങളിലേക്ക് ചെവി പോകുമ്പോൾ, ഹറാമായ സ്ഥലത്തേക്ക് കാലുപയോഗിച്ച് നടന്നു പോകുമ്പോൾ, ഹറാമായ സാധനത്തിലേക്ക് കൈ പോകുമ്പോൾ ഒന്ന് നിൽക്കുക, കണ്ണു പൂട്ടുക, എന്നിട്ട് ചോദിക്കുക ഇതിൻ്റെ അവസാനത്തെ പ്രവർത്തനമാണെങ്കിൽ എനിക്ക് എന്താ റബ്ബിനെ പറയാനുള്ളത്. ഈ ഒരു പ്രവർത്തനം ചെയ്യുമ്പോഴാണ് റബ്ബിനെ തിരിച്ച് വിളിക്കുന്നതെങ്കിൽ എനിക്കെന്തൊഴിവ് പറയാനുള്ളത്. അതേ അവസ്ഥയിലാണ് മരിക്കുക, അതേ അവസ്ഥയിലാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. ആരാണ് നല്ല അവസ്ഥയിൽ മരിക്കാൻ ഉദ്ദേശിക്കുന്നത് അവൻ്റെ പ്രവർത്തനങ്ങൾ നന്നാക്കിക്കൊള്ളട്ടെ. ആരാണോ ആളുകളെല്ലാവരും കാണുമാറ് ഖിയാമത്ത് നാളിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ നല്ലൊരു അവസ്ഥയിൽ ഉയർത്തെഴുന്നേൽക്കാൻ ഇഷ്ടപ്പെടുന്നത് അവൻ്റെ പ്രവർത്തനങ്ങൾ നന്നാക്കിക്കൊള്ളട്ടെ. ദുനിയാവിനെ നിങ്ങൾ നല്ലോണം പഠിക്കണം, മരണത്തെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടേയിരിക്കണം. എല്ലാവരും വിട്ടുപോകും, നമ്മുടെ കൂടെ ആകെ ഉണ്ടാവുക ദീനിനോടനുബന്ധിച്ച കാര്യങ്ങളുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല